ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറോട്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ നൈറ്റ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത്. സോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വീഡിയോയ്ക്ക് സൗണ്ട് ക്ലാരിറ്റി ഇല്ലെന്നുള്ളത്. സോ ഈ വീഡിയോയിൽ എല്ലാവരും ചെക്ക് ചെയ്തിട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം വീഡിയോയ്ക്ക് സൗണ്ട് ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണം. ഓക്കെ, പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ വീഡിയോ കാണുന്നു ആ ടൈം മുതൽ ഇത് വാലിഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ് മെമ്മറീസ് നിങ്ങൾ ആലോചിക്കുക. അതേപോലെ തന്നെ അവരുടെ പേര് 3 times നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഓക്കെ, സോ നമുക്ക് ഒരുപാട് കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പം ഇങ്ങനെ ഒരുപാടെണ്ണം വരുന്നത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. സോ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇന്നലെ നൈറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്നലെ രാത്രി അവർക്ക് നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും ഒക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ലൈക്ക് അവരിന്നലെ രാത്രി അവർക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് ഉറങ്ങാൻ പറ്റിയില്ല അവർക്ക്. കാരണം അവരുടെ ഡ്രീംസിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് മെമ്മറീസ് വന്നു പോകുമായിരുന്നു. യൂണിവേഴ്സ് വന്ന് അവരോട് ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു, എന്തിനു നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ വിട്ടിട്ട് പോയി, ആളെന്ത് തെറ്റാണ് ചെയ്തത്, ഇങ്ങനെ വ്യക്തിയോട് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു യൂണിവേഴ്സ് തന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവരോട്. അതുകൊണ്ട് അവർക്ക് ഒട്ടും തന്നെ അവരുടെ മനസ്സിനൊരു സമാധാനം കാര്യങ്ങളും അവർക്ക് കിട്ടുന്നില്ലായിരുന്നു. അവർക്ക് എന്ത് കാര്യം ഡിസൈഡ് ചെയ്യുമെന്ന് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. അവർക്കൊട്ടും തന്നെ നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ അവർക്കറിയാം. നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, അവരാണ് മിസ്റ്റേക്ക് ചെയ്തത്. അവർ നിങ്ങളോട് പല സത്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് അവർ നിന്നത്. നിങ്ങളോട് സിൻസിയറായിട്ട് നിൽക്കുന്നു, സിൻസിയറായിട്ടുള്ള സ്നേഹവും എല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങളെ യാത്ര കൊണ്ടുപോകുന്നു, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നിങ്ങളുടെ വിഷമങ്ങൾ കാര്യങ്ങൾ എല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. ഒക്കെ തന്നെ ഒരു മൊമെന്റിലാണെങ്കിൽ അതെല്ലാം തന്നെ ചേഞ്ചായി. നിങ്ങൾ പിന്നീട് അവരുടെ സ്നേഹം നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അന്ന് മുതൽ അവർക്ക് നിങ്ങളെ വേണ്ടാതാവുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അന്ന് മുതലാണ് നിങ്ങൾ അവരുടെ സ്നേഹം തിരിച്ചറിയാൻ തുടങ്ങിയത്. ലൈക്ക് അവരില്ലാതെയുള്ള നിങ്ങളുടെ ലൈഫ് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും, അവരില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ പാടായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ അന്നേരമാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ അതൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അന്ന് വഴക്കിട്ടിട്ട് പോയ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല വാക്കുകളും പലതും അവരെ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ കൂടെ അത് ഭയങ്കര ഡീപ്പായിട്ട് അവർ നെഞ്ചിൽ കൂടെ ഒരു കത്തി കുത്തി കയറ്റുന്ന പോലെ ഒരു വേദനയായിരുന്നു അവരിന്നലെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തകൾ കാരണം അവർക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയി. ഒരിക്കലും നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർ ചെയ്തതിന് യൂണിവേഴ്സ് അവർക്ക് തക്കതായ ശിക്ഷ ഇപ്പം കൊടുക്കുവാണ്. ഓക്കെ, നിങ്ങളൊരിക്കലും ആഗ്രഹിക്കരുത്. അവർക്ക് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളോട് പൊറുക്കാൻ പറ്റാത്ത ചതിയായിരിക്കും അവർ ചെയ്തത്. എങ്കിൽ കൂടിയും അവർ ഈ ഒരു കാര്യത്തിന് ഉറപ്പായിട്ടും അവർക്കുള്ളത് യൂണിവേഴ്സ് കൊടുക്കുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും യൂണിവേഴ്സ് കൊടുക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു ചേഞ്ചും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. ഉറപ്പായിട്ട് യൂണിവേഴ്സ് കൊടുക്കുക തന്നെ ചെയ്യും. അതിൽ അവരത് കടന്നു പോകുക തന്നെ ചെയ്യും. ആ സിറ്റുവേഷൻ കൂടെ അവർ കടന്നു പോയ ശേഷം മാത്രമേ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്സ് എന്തായാലും നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷെ അതിന് ടൈം എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ യൂണിവേഴ്സ് അവർക്ക് ഇതിനുള്ള ഒരു റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കും. ആ ഒരു കടന്നു മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ ഞാനൊരു 2 more കാർഡും കൂടി എടുക്കുവാണ്. അതേപോലെ നിങ്ങൾ റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് പലർക്കും ഇതൊരു കാർമിക് റിലേഷൻഷിപ്പായിരുന്നു. പലരുടെയും കാർമിക് റിലേഷൻഷിപ്പായിരുന്നു. നിങ്ങൾ ഈ ഒരു
റിലേഷനും കൊണ്ട് സക്സസ് ആവേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷനായി ഇവിടെ ഒരുപാട് പേരെ കിടപ്പുണ്ട്. പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ മുൻജന്മമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ആ ഒരു കാര്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജന്മം നിങ്ങളമ്മ ഒരുമിച്ചത്, കണ്ടുമുട്ടിയത്, എല്ലാം തന്നെ ചെയ്ത്. സോ പാസ്റ്റ് ലൈഫ് ഇവിടെ വലിയൊരു ഫാക്ടറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നീടെന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ഈ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഞാൻ റീഡ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. എന്തായിരുന്നു ഈ ഒരു ജന്മത്തിൽ, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, ഇവിടെ ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. സോ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് പാസ്റ്റ് റിലേഷൻ എന്തായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തേക്കാം. ഓക്കെ. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരെല്ലാം മൂടിക്കെട്ടിയിരിക്കുവാണ്. അവരുടെ ലൈഫിലൊരു സന്തോഷമില്ല, ഹാപ്പിനെസ് ഇല്ല, സമാധാനം ഇല്ല. അവർ ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അവർ ചെയ്തതിന് തെറ്റിനുള്ള ഒരെന്നാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ജസ്റ്റിസ് കിട്ടിയിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ജസ്റ്റിസ്. കാരണം നിങ്ങളുടെ ഭാഗത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ഒരിക്കലും ചീറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോവുകയോ ഒന്നും തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല. അവർ നിങ്ങളുടെ അടുത്ത് വന്നപ്പം പോലും നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ഒരു നാൾ മാറും, അവരെൻ്റെ സ്നേഹം മനസ്സിലാക്കും എന്ന് കരുതി നിങ്ങൾ നിന്നു. പക്ഷെ എന്നിട്ട് കൂടിയും യാതൊരു ചേഞ്ചും നിങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടില്ല. സോ യാതൊരു മാറ്റവും വന്നിട്ടുമില്ല. സോ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന യാതൊരു കാര്യവുമില്ല. ഇതിനകത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും തന്നെ ബാലൻസ് ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സൺ വേണം ഈ ഒരു കാര്യത്തിന് ചേഞ്ചായിട്ട് വരാൻ വേണ്ടിയിട്ട്. അവർ വേണം ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങളോട് വന്ന് ഒരു മാപ്പ് പറയാൻ തയ്യാറാവണം. അവരൊരിക്കലും തയ്യാറാവത്തില്ല. മീൻസ് അത്രയ്ക്ക് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള മെയിൽ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾക്ക് പലരും അനുഭവിച്ചു. ഈ റീഡ് നിങ്ങൾക്ക് റീസണായിട്ട് ആവുന്നുണ്ടെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്ത് കാണുക. റീസണായിട്ട് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് മറ്റു കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് റിയൂണിയൻ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കര വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ അല്ലെങ്കിൽ റീഡിങ്ങോ എന്തെങ്കിലും ആവശ്യമൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് മെസ്സേജ് ചെയ്യാം, എന്നോട് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങൾ കുറച്ചുകൂടെ ടൈം കൊടുക്കുക. അവരെല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. അവരെല്ലാം മനസ്സിലാക്കി വരട്ടെ നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾ ഒരിക്കലും അവരെ തേടി പോകേണ്ട കാര്യമില്ല. കാരണം തേടിപ്പോയാലും നിങ്ങളോട് ചെയ്ത തെറ്റിന് അവരനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അനുഭവിച്ചിട്ട് അവർ തിരിച്ചു വരത്തുള്ളൂ. അവർ ആ ഒരു ഫേസിൽ കൂടെ ഉറപ്പായിട്ടും കടന്നു പോകും. അവരിപ്പം തന്നെ ഇന്നലെ ഉറക്കത്തിൽ പോലും അവർക്കത് കിട്ടുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെയും നിങ്ങളോട് ചെയ്തിരുന്ന ചതിയുടെയും ഉറപ്പായിട്ടും അവർ നിങ്ങളെ ചതിക്കുമായിരുന്നു. നിങ്ങൾ കണ്ണു മൂടിക്കിട്ട് നിങ്ങൾക്ക് ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. അവരുടെ സ്നേഹം സത്യസന്ധമാണെന്ന് വിചാരിക്കുകയും വിശ്വസിച്ച് നിങ്ങൾ അവരുടെ കൂടെ നിന്നു. പക്ഷെ അവർ നിങ്ങളെ ചതിക്കുകയായിരുന്നു. നിങ്ങൾ അറിയുന്നില്ലായിരുന്നു സത്യം എന്തുമായിരുന്നു, നിങ്ങൾക്ക് അറിയുന്നില്ലായിരുന്നു. നിങ്ങൾ സത്യം അറിയാൻ വേണ്ടി ഒരുപാട് വൈകി പോവുകയും ചെയ്തു. ഇങ്ങനെ വൈകി പോയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. കുറച്ച് മുന്നേ നേരത്തെ ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു റൈറ്റാട്ടോ പേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾ ലൈഫിലേക്ക് വന്നത് ഒരു ഡെവിൾ പോലൊരു ക്യാരക്ടറുള്ള പേഴ്സണായിരുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല വന്നത്. അതേപോലെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫ് പൂർണ്ണമായിട്ടും തകർത്തു. നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ അവർ തകർത്ത് തരിപ്പടമാക്കിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത്. അത്രയും തെറ്റായിട്ടൊരു കാര്യം അവർ നിങ്ങളുടെ ലൈഫിൽ ചെയ്തതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു കാര്യം അനുഭവിക്കാൻ പോകുന്നത്. അവർക്ക് കർമ്മ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. സോ ഉറപ്പായിട്ട് അവർ കാര്യമെല്ലാം അനുഭവിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ വീണ്ടും തിരിച്ചവർ വരുത്തുള്ളൂ. അവർ വരും ഉറപ്പായിട്ട്. വന്ന് നിങ്ങളോട് അവർ മാപ്പ് പറയണം, നിങ്ങളോട് അവർ ക്ഷമിക്കണം.
മനസ്സിലായി. നിങ്ങൾ അവരോട് ക്ഷമിക്കുകയും കൂടെ ചെയ്യണം. അവരൊന്ന് മാപ്പ് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആ മാപ്പ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അവർക്കറിയാം അവർ ഏത് നിമിഷം വന്നാലും രണ്ട് കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കുമെന്ന് അവർക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ പലർക്കും അത് നല്ലതായിരിക്കത്തില്ല. നിങ്ങൾ അവർ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കുക. നിങ്ങൾ അവരുടെ മുന്നിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതം ജീവിച്ചു. പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ആ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് നിൽക്കാതിരിക്കുക. അവരോട് ഈ ഒരു രീതി നിങ്ങൾ കണക്ഷൻ വെക്കാതിരിക്കുക. അവരോട്ട് റിലേഷൻ നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ആ വ്യക്തി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാവുന്നുണ്ടെങ്കിൽ മാത്രം, പൂർണ്ണ ബോധ്യത്തിൽ എത്തുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങൾ ചേഞ്ച് ആവുക ഒക്കെ. സോ നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ വ്യക്തി ഒരു കാർമിക് റിലേഷനുള്ളതാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നെയാണ്, മുൻജന്മത്തിൽ നിന്ന് വന്നെയാണ്. സോ നിങ്ങളുടെ മുൻജന്മം എന്താണ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ റീഡ് ചെയ്ത് നിങ്ങൾക്ക് തരാം. സോ എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും റീഡിങ് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടോ റീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. എന്നോട് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം, ഷെയർ ചെയ്യാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ എന്തായാലും എല്ലാവരും മെസ്സേജ് നോക്കാറുണ്ട്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്നതായാലും വാട്സപ്പിൽ വരുന്നതായാലും കമൻറ്റ് ചെയ്യുന്നതായാലും ഒരാളുടെ മെസ്സേജിന് പോലും ഞാൻ റിപ്ലൈ കൊടുക്കാതിരിക്കില്ല. എല്ലാവരുടെയും മെസ്സേജ് ഞാൻ നോക്കാറുണ്ട്. എല്ലാവരുടെയും മെസ്സേജ് ഞാൻ റിപ്ലൈയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരാളുടെ മെസ്സേജ് പോലും ഞാൻ അവോയ്ഡ് ചെയ്യാറില്ല, മാറ്റി വെക്കാറില്ല. എല്ലാവരുടെയും മെസ്സേജ് ഞാൻ നോക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ മെസ്സേജ് അയച്ചാലും അന്നത്തെ ദിവസം തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ദിവസത്തോട്ട് വൈകത്തുള്ളൂ. എങ്കിലും മാക്സിമം ഞാൻ റിപ്ലൈ തരാറുണ്ട്, എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. സോ നിങ്ങൾക്ക് അതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൂവ് ആണായി പോവാം. ആ വ്യക്തിയെക്കുറിച്ച് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ലൈഫായിട്ട് ഒന്നുകൂടെ മൂവ് ഓണായി പോവാം. ഓക്കെ, നമ്മൾ റീഡിങ് ഇതോടെ അവസാനിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ റീഡിങ്ങിനകത്തുള്ളത്. ഓക്കെ, താങ്ക് യു.